ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം എല്ലാ വീഡിയോസിലുള്ള ഡേ ഇൻ മൈ ലൈഫ് പോലെ അത്രയും എക്സ്പെക്റ്റ് ചെയ്യരുത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പം സൺഡേസിൽ അവധി, ഒരാഴ്ചത്തെ ലീവ് അവധിക്ക് ജോലി കഴിഞ്ഞിട്ട് സൺഡേ ലീവ് കിട്ടുമ്പം ഇതൊക്കെയാണ് മിക്ക സൺഡേസിലും ഇവിടുത്തെയുള്ള സ്ഥിരമായിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫിൽ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടു നോക്ക്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നേരെ വീഡിയോയിലേക്ക് പോകാവേ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കാണാമേ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എത്ര സമയമായെന്നറിയാം? 9:36, 9:30 കഴിഞ്ഞ്, 9:45 ചൂട് നല്ലോണം ചൂട് വരുന്നുണ്ട്. ഇത് ഗ്ലാസിൻ്റെ ബെഡ്റൂമാണ്. അപ്പോൾ ഇപ്പുറത്തെ സൈഡ് ഗ്ലാസ്. അപ്പം നല്ലോണം ചൂടടിച്ചുകൊണ്ടാണ് ഞാൻ എണ്ണീറ്റ്, അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും എണ്ണീക്കത്തില്ലായിരുന്നു. ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ ഗ്ലാസിൻ്റെ വിൻഡോ. വേണ്ട ഗൈസ്, ഇത് വലിയ ഗ്ലാസ് ആയതുകൊണ്ട് നല്ലോണം ചൂടടിക്കും. ഓക്കെ, എന്തായാലും നമുക്ക് എണ്ണിക്കാം, പലതേക്കാം, മുഖം കഴുകാം, ഫ്രഷായിട്ട് നമുക്ക് താഴെ പോയി ചായ കുടിക്കാം. രാവിലെ മമ്മിയും പപ്പയും പള്ളിയിൽ പോയതുകൊണ്ട് ഇന്ന് മമ്മിയുടെ വക എനിക്ക് ഒരു അടാറ് സാധനം കിട്ടും. ഞാൻ എണ്ണിട്ടില്ല പള്ളിയിൽ പോകാനായിട്ട്. അപ്പം ഞാൻ കേൾപ്പിച്ച് തരാം. അപ്പം നമുക്ക് താഴത്തേക്ക് പോകാവേ. വിളിക്കണ്ടെന്ന് വിചാരിച്ചു. എന്തുവാ അനുസരിക്കത്തില്ല. ഏതെങ്കിലും പെണ്ണുങ്ങൾ ഇങ്ങനെ ഉറങ്ങും. പിന്നെ ഇതൊക്കെ കേട്ടിട്ട്, ഇതെല്ലാം കേട്ടല്ലോ നിങ്ങൾ, ഇതെല്ലാം കേട്ടിട്ട് എല്ലാവരുടെയും വീട്ടിൽ ഇതൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ എന്നിട്ട് ചൂടോടെ ചായയൊക്കെ കുടിച്ചു. ചായ കുടിച്ചു കഴിഞ്ഞിട്ട് ഇന്ന് ഹെയർ കെയർ ചെയ്യാമെന്ന് കരുതി. ഞാൻ തലയിൽ നല്ലോണം എണ്ണ ചൂടാക്കി പുരട്ടാറുണ്ട്. അപ്പം എണ്ണ ചൂടാക്കി പുരട്ടാമെന്ന് കരുതി. അപ്പം ഞാൻ ആ ഹെയർ മാസ്കും സെറോ യൂസ് ചെയ്തിട്ട് നല്ല വ്യത്യാസമുണ്ട്. ഫ്രിസ്നെസ്സും ഭയങ്കരമായിട്ട് കുറവുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും. നല്ല ഫ്രിസ്സായിരുന്നു എൻ്റെ ഹെയർ. ഇപ്പോൾ ഒത്തിരി മാറ്റമുണ്ട്. പിന്നെ എണ്ണ ചൂടാക്കി പുരട്ടി നല്ല തിളച്ച എണ്ണയായിരുന്നു. കൈ അങ്ങോട്ട് മുക്കിയതും തിളച്ച് എണ്ണയ്ക്കകത്ത് കൈ മുക്കി പൊള്ളിപ്പോയി. പിന്നെ കുഴപ്പമില്ല, എന്നാലും ചൂടോടെ തന്നെ എണ്ണയും ഞാൻ ഹെയറിൽ മസാജ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മാമി മാങ്ങ കൊണ്ടുത്തന്നു. രാവിലെ അവിടെ ഇരുന്നൊരു മാങ്ങയില്ലേ, നാട്ടുമാങ്ങ. അപ്പോൾ അത് കൊണ്ടുത്തന്നു. അത് കഴിച്ചു. എണ്ണയൊക്കെ പുരട്ടി കഴിഞ്ഞു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് കരുതി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തലയിൽ താളി അരച്ചിടാമെന്ന് കരുതി. ചപ്പാത്തി സാമ്പാർ വരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് താളി അരയ്ക്കാനായിട്ട് ചെമ്പരത്തി മൈലാഞ്ചി ആയിരുന്നു. ഇന്നലെ ഞാൻ പിച്ചി വെച്ചിരുന്നു. പൂവൊന്നും ഇവിടെ ഇല്ലായിരുന്നു. പൂവല്ലാതെ ഞാൻ എല്ലാം മാത്രമായിരുന്നു പിച്ചി വെച്ചത്. പിന്നെ അതിനകത്ത് അലോവേറയും കൂടെ ഒരെണ്ണം എടുത്തിട്ട് അരച്ച് നന്നായിട്ട് പുരട്ടി. നല്ല കളറുള്ള മൈലാഞ്ചി ആയിരുന്നു. പിന്നെ അത് ഇച്ചിരി വെള്ളം കൂടിപ്പോയെങ്കിൽ നന്നായിട്ട് മസാജ് ചെയ്ത് വെച്ചു. പിന്നെ പള്ളിയുടെ വഴക്കാണ്, രാവിലെ തൊട്ട് തുടങ്ങിയ വഴക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പാത്രം എല്ലാം കഴുകി കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ പാത്രം എല്ലാം കഴുകി തീർന്നിട്ട് വഴക്ക് കഴിഞ്ഞില്ല. പിന്നെ എന്നാൽ തൂത്തുവാരിയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ വഴക്ക് മാറുമെന്ന് കരുതിയിട്ട് എല്ലായിടും തൂത്തുവാരി കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് ഒന്ന് ശാന്തമായത് കേട്ടോ. അപ്പോഴത്തേക്ക് എൻ്റെ തലയിൽ ഹെയർ മാസ്ക്, ചെമ്പരത്തി താളിയും എണ്ണയെല്ലാം നന്നായിട്ട് പിടിച്ചു. പിന്നെ ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നിട്ട് സൺസ്ക്രീമും മോയ്സ്ചറൈസറും അതുപോലെ എൻ്റെ ഹെയർ മാസ്കും ഹെയർ സെറവും, ലീവ് ഇൻ ഹെയർ മാസ്കും ഹെയർ സെറവും ഒക്കെ പുരട്ടി ഒരുങ്ങി ഇരുന്നു. പിന്നെ അവിടെ ഇരുന്നപ്പോൾ നമ്മൾ രാവിലെ കണ്ട ചെറിയില്ലേ, ആ ചെറി തിന്നു. നല്ല പുളിയുണ്ട്, നല്ല പുളിയുള്ള ചെറി. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നേരം ഇൻസ്റ്റഗ്രാമൊക്കെ നോക്കി. അപ്പോഴത്തേക്ക് ഉച്ചയ്ക്കത്തെ സമയമായി. ഉച്ചയ്ക്ക് നല്ല മോരും മുരിങ്ങയില തോരനും മീൻ പറ്റിച്ചതും മീൻകറിയായിരുന്നു ഉച്ചയ്ക്കത്തെ സ്പെഷ്യൽ. ഉച്ചയ്ക്കത്തെ ചോറ് ഞാൻ നന്നായിട്ട് ആസ്വദിച്ചാണ് കഴിക്കുന്നത്. ചോറ് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ചോറ് നന്നായിട്ട് ആസ്വദിച്ച് ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ജോലിയൊന്നുമില്ലല്ലോ, പിന്നെ ഉറങ്ങാമെന്ന് കരുതി. അപ്പോൾ ഒരാഴ്ചത്തെ ഫുൾ ഉറങ്ങി തീർത്തു. ഉറങ്ങി എണ്ണീറ്റപ്പോഴത്തേക്ക് മഴയൊക്കെ പെയ്തു. പുറത്ത് നല്ലതായിട്ട് മഴയൊക്കെ പെയ്തതിൻ്റെ ഒരു തണുപ്പും അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പിന്നെ വൈകിട്ട് ചായ കുടിച്ച് ഇങ്ങനെ ഇരുന്നപ്പോൾ പിങ്കിക്ക് എന്തൊരു സുഖമാണ്. പിങ്കിക്ക് പണിക്ക് പോകണ്ട, മീൻ കഴിച്ച് ഉറങ്ങിയിരുന്നാൽ മതി. പിന്നെ ഇത് നമ്മുടെ വീട്ടിലുള്ള ഒരു സൺഫ്ലവർ ആണ്. ഇത് സൺഫ്ലവർ ആണോ എന്നറിയത്തില്ല. ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നട്ട്സൊക്കെ നട്ട്സ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഈവനിങ് ഞാൻ തുടയ്ക്കാമെന്ന് പറഞ്ഞിട്ടാണ് വഴക്കൊക്കെ മാറിയത്. പിന്നെ മേളിലെല്ലാം തുടച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കൈസ് ഞാൻ വിയർത്തൊരു പരുവമായി. കുളിച്ച് ഞാൻ വിയർത്ത്. പിന്നെ അവിടെ എല്ലാം മേളിലെല്ലാം വൃത്തിയാക്കിയിട്ട്
പോയി കുളിച്ചു, പിന്നെ ചപ്പാത്തിയൊക്കെ കഴിച്ചു, ചപ്പാത്തി മീൻകറിയും കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.